ഈശോയുടെ കുഞ്ഞുമക്കളെ, സന്തോഷമാണോ? നമുക്ക് എല്ലാവർക്കും ഇരിക്കാം കേട്ടോ. നമ്മളിപ്പോൾ വചനം ഭക്ഷിക്കാൻ വേണ്ടി പോയാണ്. നിങ്ങൾക്ക് വചനം ഇഷ്ടമാണോ? നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വചനം ഇതാണ്, 1 സാമുവേൽ 18:14. ഏതാ? അവിടെ ഇങ്ങനെ പറയുന്നത്, കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് എല്ലാ ഉദ്യമങ്ങളിലും വിജയം വരിച്ചു. നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? ഒന്ന് പറഞ്ഞേ, കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് എല്ലാ ഉദ്യമങ്ങളിലും വിജയം വരിച്ചു. മക്കളെ, ദാവീദ് ആരായിരുന്നു അറിയാവോ? ആരായിരുന്നു? ആട്ടിടയനായിരുന്നു. ആട്ടിടയനായതിനു ശേഷം രാജാവായി മാറി. നമ്മൾ ആട്ടിടയനായ ദാവീദിനെ കുറിച്ചാണ് കേൾക്കാൻ വേണ്ടി പോകുന്നത്. മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കഥയുണ്ട്, ദാവീദും ഗോലിയാത്തും. അല്ലേ? നിങ്ങൾ എല്ലാവരും കേട്ടിട്ടില്ലേ? എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ? ഈ ദാവീദും ഗോലിയാത്തും. ഒരിക്കല് ദാവീദ് ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിയിൽ ഇങ്ങനെ നടക്കുക. അപ്പോൾ ദാവീദിന്റെ അപ്പൻ്റെ പേര് ആർക്കെങ്കിലും അറിയാവോ? ജസ്സെ. വെരി ഗുഡ്. കണ്ടോ? ജസ്സെ. ഈ ജസ്സെ വന്നിട്ട് ദാവീദിന് പറയുക, നിന്റെ ചേട്ടന്മാരൊക്കെ ഇസ്രായേൽ സൈന്യത്തിലാണ്, അപ്പം നീ അവരുടെ സുഖവിവരങ്ങൾ ക്ഷേമം അന്വേഷിച്ചിട്ട് വരാൻ വേണ്ടി പറയുക. മക്കളെ, ദാവീദ് അപ്പനെ അനുസരിച്ചുകൊണ്ട് ചേട്ടന്മാരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ദാവീദ് നോക്കിയപ്പോൾ എല്ലാവരും ഭയന്ന് വിറച്ചിരിക്കുക. അപ്പോൾ ദാവീദ് ചെന്ന് ചോദിച്ചു, എന്നാ പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, അതെ, ഗോലിയാത്ത് എന്ന് പറയുന്ന വലിയൊരു മല്ലൻ വന്നിട്ട് നമ്മളെ ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ഞങ്ങൾ അവനെ ഭയന്നിരിക്കുക. അപ്പോൾ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്, അതെ, ഒരു കാര്യം ചെയ്യും, ഞാൻ പോയി അവനെ വധിച്ചിട്ട് വരാം, കാരണം ദൈവമായ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ആര് കൂടെയുണ്ട്? ആര് കൂടെയുണ്ട്? ദൈവമായ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അങ്ങനെ സാവൂൽ രാജാവ് ഇവൻ അനുഗ്രഹിച്ചു വിടുക. അനുഗ്രഹിച്ചു വിടുന്ന സമയത്ത് സാവൂൽ രാജാവ് വാള് കൊടുത്തു, ഷൂ കൊടുത്തു, പടച്ചട്ടയൊക്കെ ധരിപ്പിച്ചു. പക്ഷെ അതൊന്നും ഇടാൻ പറ്റിയില്ല. അവസാനം ഇതെല്ലാം മാറ്റി വെച്ചിട്ട് താഴെ നിന്ന് 5 മിനുസമുള്ള കല്ലുവെടുത്ത് പാട്ടൊക്കെ പാടി ദാവീദ് ഇങ്ങനെ പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരട്ടഹസം, ആരുണ്ടടാ ഇവിടെ? അപ്പോഴാണ് ഒരു സ്വരം, ഞാനുണ്ടടാ. ഗോലിയാത്ത് അങ്ങോട്ടും കിടക്കുന്നതൊക്കെ, എവിടെയാടാ, ആരടാ? അപ്പോൾ ദാവീദ് പറയും, എടാ ഇവിടെ നോക്ക് എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ദേണ്ടടാ, കാലിച്ചവിട്ട് നിന്നും ഒരു അശുവായ സാധനം നിന്ന് വെല്ലുവിളിക്കുക. ഈ ഗോലിയാത്തിന്റെ വലിപ്പം കണ്ടെങ്കിൽ ദാവീദ് പേടിച്ചില്ല. ബൈബിളിൽ ഗോലിയാത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, 292 സെന്റിമീറ്റർ ഉയരമുണ്ടായിരുന്നു. കണ്ടോ? നമ്മളെക്കാൾ ഉയരമുള്ള ഒരു മനുഷ്യൻ. എന്നിട്ട് അവൻ ധരിച്ചിരിക്കുന്ന കവച, അത് പറയാം 5000 ഷക്കൽ, അതായത് 57 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു അവൻ ധരിച്ചിരുന്ന ആ കവചത്തിന്. പിന്നെ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് കുന്തം. ഈ കുന്തത്തിൻ്റെ അറ്റം, കൂർത്തിരിക്കുന്ന വശം മാത്രം 6 കിലോ 840 ഗ്രാം ഭാരമുണ്ടായിരുന്നു. അങ്ങനെ അത്രയും വലിയ ശക്തനായ ഒരു മനുഷ്യൻ്റെ അടുക്കലാണ് 5 കല്ലുമായിട്ട് ചെന്നിരിക്കുക. എന്നിട്ട് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ നോക്കിയിട്ട് പറയുക, ഞാൻ ഇന്ന് നിന്നെ കൊല്ലുവടാ. അപ്പോൾ അവൻ കളിയാക്കുന്നുണ്ട്, ഗോലിയാത്ത് കളിയാക്കൊണ്ടിരിക്കുക. പക്ഷെ വീണ്ടും പറഞ്ഞു, ഞാൻ ഇന്ന് നിന്നെ കൊല്ലും, കാരണം ദൈവമായ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. മക്കളെ, പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാമേ, ആ 5 കല്ലിൽ ഒരു കല്ലെടുത്തിട്ട് തൻ്റെ തെറ്റാലിൽ വെച്ച് ഉന്നം നോക്കി ഒരൊറ്റ ഈത്ത ഗോലിയാത്തിൻ്റെ മർമ്മത്ത് തന്നെ കൊണ്ടു ഗോലിയാത്ത് മലക്കം പറിച്ച് താഴെ വീഴുക. മക്കളെ, ഒരു കല്ലെടുത്ത് അത്രയും വലിയൊരു മല്ലനായ ഗോലിയാത്തിനെ വധിക്കുകയാണ്. മക്കളെ, നമ്മൾ പഠിച്ച വചനം എന്താണ്? ദാവീദിന്റെ കൂടെ കർത്താവുണ്ടായിരുന്നു, അവൻ എല്ലാ ഉദ്യമങ്ങളിലും വിജയം വരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, അല്ലെങ്കിൽ സ്വർഗത്തിലെ മാലാഹക്കൂട്ടങ്ങളെ, നിങ്ങൾ ഓർക്കണം കേട്ടോ, നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ എവിടെയും നമുക്ക് വിജയിക്കാൻ സാധിക്കും. ചില കാര്യങ്ങളിൽ നമ്മൾ പരാജയപ്പെടുമെന്ന് തോന്നാം, ചിലപ്പോഴൊക്കെ നമുക്ക് കഴിവ് കുറവാണെന്ന് തോന്നാം, ചിലപ്പോഴൊക്കെ നമുക്ക് ബുദ്ധി കുറവാണെന്ന് തോന്നാം. പക്ഷേ മക്കളെ ഓർക്കണം കേട്ടോ, ദൈവമായ കർത്താവ് ഏത് കുഞ്ഞിൻ്റെ കൂടെയുണ്ടോ അവരൊക്കെ ഈ ലോകത്ത് വിജയിച്ചിരിക്കും. നിങ്ങൾക്ക് വിജയിക്കണോ? നിങ്ങൾക്ക് നന്മയുള്ള കുഞ്ഞുങ്ങളാകണോ? അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് കണ്ണുകളടച്ച്, എല്ലാവരും കണ്ണുകളടച്ച്. എന്നിട്ട് മക്കളെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈശോയുടെ ഒരു ചിത്രം മാത്രം ഒന്ന് മനസ്സിലാക്കണ്ടേ. എന്നിട്ട് ആ ഈശോയോട് പറഞ്ഞേ, ഈശോയെ, ഞാൻ അങ്ങയോട് ചേർന്നിരിക്കുകയാണ്. ഈശോയെ, എന്നും നീ എൻ്റെ കൂടെ ഇരിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു.
ഈശോയെ, ഞാനും അങ്ങയുടെ കൂടെ ഇരിക്കുകയാണ്. എനിക്കും ഈ ലോകത്ത് നന്മയുള്ള, വിശുദ്ധിയുള്ള, അനുഗ്രഹമായ ഒരു കുഞ്ഞായി മാറണം. ഈശോയെ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.